Intercession for India. Intercession for India. ക്രിസ്ത്യൻ ഗാന സംഗീത ചരിത്രത്തിൽ വിശ്വാസികൾ നെഞ്ചിലേറ്റിയ പൈതലാമേശുവേ എന്ന ഗാനത്തിന് 40 വയസ്സ്. 4 പതിറ്റാണ്ടിൻ്റെ ഓർമ്മകളുമായി സന്തോഷം പങ്കിടുവാൻ അതിൻ്റെ അണിയർ പ്രവർത്തകർ ഒന്നുകൂടി. ഗാനരചയിതാവ് ഫാദർ ജോസഫ് പാറാങ്കുഴി, സംഗീത സംവിധായകൻ ഫാദർ ജസ്റ്റിൻ പനയ്ക്കൽ, അദ്ദേഹത്തിന് ശിഷ്യനായ മോൺസിഞ്ഞോർ റൂഫസ് ഫൈസലിനുമാണ് ആര്യനാട് മരിയ നഗറിൽ ഒരുമിച്ചത്. മലയാളിയുടെ മനസ്സിൽ പിറക്കുന്ന ഗാനം പിറക്കുന്നത് 1984. 40 വർഷം മുമ്പ് പിറന്ന ഈ ക്രിസ്ത്യൻ താരാട്ട് ഗാനം ഇപ്പോഴും സൂപ്പർ ഹിറ്റായി ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഫാദർ ജസ്റ്റിൻ പനയ്ക്കൽ തരങ്ങിണിക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ച സ്നേഹപ്രവാഹം എന്ന കാസറ്റിലെ 4 പാട്ടുകളും ഹിറ്റായിരുന്നു. അവസാന നിമിഷമാണ് ഈ പാട്ടെഴുതുവാനുള്ള നിയോഗം തന്നിലേക്ക് എത്തിയതെന്ന് അച്ഛൻ പറയുന്നു. റെക്കോർഡിങ്ങിന് 3 ദിവസത്തിന് മുമ്പ് അച്ഛൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പാട്ടിന് പകരം 3 താരാട്ട് പാട്ട് എഴുതി കൊടുത്തു. 2 വർഷമായി അസുഖബാധിതനായ ചികിത്സയിലായിരുന്ന ഫാദർ ജസ്റ്റിൻ പനയ്ക്കലുമായുള്ള സംഗീതത്തിന് മുൻകൈയെടുത്തത് നെയ്യാറ്റിൻകര രൂപതയിലെ നെടുമങ്ങാട് റീജിയണൽ കോർഡിനേറ്റർ മോൺസിഞ്ഞോർ റൂഫസ് ഫൈസലിനാണ്. വിശ്രമ ജീവിതം നയിക്കുന്ന ഫാദർ ജോസഫ് പാറാങ്കുടി മരിയ നഗറിലാണ് താമസം. മോൺസിഞ്ഞോർ റൂഫസ് ഫൈസലിൻ്റെ പൗരോഹിത്യത്തിൻ്റെ 50 വർഷത്തെ ചിന്തകളും സംഗമത്തിൽ നടന്നു. ഇനിയും ജീവിക്കട്ടെ പൈതലാമേശു എന്ന ഗാനം, ഒരിക്കലും മറക്കാത്ത ഓർമ്മകളുമായി.